സോ ആർട്ട് ബ്ലോക്ക് വന്നാൽ അതിനർത്ഥം നമ്മൾ ലേസി ആണെന്നല്ല. സംടൈംസ് നമ്മൾ മെന്റലി എക്സോസ്റ്റഡ് ആയിരിക്കും. സോ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, സ്റ്റോപ്പ് ഫോഴ്സിങ് യുവർ സെൽഫ്. സോ എവറി ഡേ പ്രൊഡക്റ്റീവ് ആവണം, മാസ്റ്റർ പീസസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പ്രഷറൊക്കെ കൊടുത്താൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി തന്നെ പതിയെ ഡിസപ്പിയർ ആവണം. സെക്കൻഡ്, ഡ്രോ വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ്. പെർഫെക്റ്റ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. സംടൈംസ് നമുക്കൊരു ഡൂഡിലോ സ്ക്രിബിളോ പോലും ആവശ്യത്തിലധികം ഫീലിംഗ് ആയിരിക്കും. തേർഡ്, സ്റ്റോപ്പ് കമ്പയറിംഗ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്നതെല്ലാം എല്ലാവരുടെയും ഹൈലൈറ്റഡ് റിസൾട്ട്സ് മാത്രമാണ്. ബിഹൈൻഡ് എവറി ഗുഡ് ആർട്ട് വർക്ക് ദർ വിൽ ബി എ ഫ്രസ്ട്രേഷൻ, ഫെയിലിയർ ആൻഡ് സെൽഫ് ഡൗട്ട്. ആൻഡ് ഫോർത്ത് വൺ, കുറച്ച് പേഴ്സണൽ ലൈഫ്സ് എക്സ്പീരിയൻസ് ചെയ്യൂ. പുറത്തു പോകുന്നതോ പാട്ട് കേൾക്കുന്നതോ അതോ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതോ ഇഷ്ടമുള്ളത് ചെയ്യുന്നതെല്ലാം ഇൻസ്പിറേഷൻസ് തരുന്ന ഒന്നാണ്. അത് ഡ്രോയിങ്ങിലൂടെ മാത്രം കിട്ടുന്ന ഒന്നല്ല. ആൻഡ് ഫൈനലി ദ ഫിഫ്ത്ത് വൺ ഈസ് ജസ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്താൽ മോട്ടിവേഷൻ ഒക്കെ തന്നെ വന്നോളൂ. ആൻഡ് ഫൈനലി, ആർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടാലന്റ് ഇല്ലാത്ത ആളായതുകൊണ്ടല്ല. യു ആർ ജസ്റ്റ് എ ഹ്യൂമൻ.